ഇടുക്കി കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല. എല്ലാം ഉടനടി പരിഹരിക്കും എന്ന വാഗ്ദാനം മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം നേരിടുന്നത്. കെട്ടിടങ്ങൾ പലതും ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണുള്ളത്. കോംപ്ലക്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടും നഷ്ടവും ഉണ്ടാക്കുന്നു. വലിയ വാടക നൽകിയാണ് പല വ്യാപാരികളും സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ അതിനു തക്ക ക്രമീകരണങ്ങളോ സംവിധാനങ്ങളോ കോംപ്ലക്സിലില്ല. വേറെ ഫാൻസിയും കൂടെയാണ്. അപ്പൊ എനിക്കൊരു ഫുഡ് വേസ്റ്റ് ഒന്നും നമുക്കിവിടെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫുള്ള് ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി വന്നിട്ട് രാവിലെ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ബാഗൊക്കെ ആണെങ്കിലും ഡിസ്പ്ലേ ഇടാൻ പറ്റത്തില്ല. ഫുള്ള് ഫിറ്റിയെ കൂടെ എല്ലാം ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ താഴത്തെ ഫ്ലോറിലാണെങ്കിലും കസ്റ്റമേഴ്സ് വന്നിരിക്കുമ്പോഴത്തേക്കിനും മേളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴാറുണ്ട്. അത് അവർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. ശുചിമുറി സൗകര്യങ്ങളോ കുടിവെള്ള സംവിധാനങ്ങളോ ഇല്ല. ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല ബസ് സ്റ്റാൻഡിലെത്തുന്ന പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. രാത്രികാലങ്ങളിൽ വെട്ടമില്ലാതെ വരുന്നു, അതുപോലെ തന്നെ നമുക്ക് വെട്ടമില്ലാതെ വരുന്നു, സെക്യൂരിറ്റി ഇല്ലാത്തതാണ് ഇതുപോലെ മോഷണങ്ങൾക്കും മറ്റു കാരണങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്. പലപ്പോഴും പുതിയ ബസ് സ്റ്റാൻഡിലെ പ്രതിസന്ധികൾ നഗരസഭാ അധികൃതർ മുമ്പാകെ അറിയിച്ചിട്ടും മുഖം തിരിക്കുന്ന സമീപനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വ്യാപാരി വ്യവസായ സമിതി പറഞ്ഞു. ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ ഇവിടുത്തെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്ത് ഈ കെട്ടിടത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ചു പോകുവാനോ കട്ടപ്പന നഗരസഭ നാളിതുവരെ ഒരു നടപടിക്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശുചിമുറിയില്ലായ്മ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം സൂചിപ്പിച്ച് നിരവധി നിവേദനം കൊടുത്തു. അതുപോലെ ചോർന്നിരിക്കുന്ന കെട്ടിടങ്ങൾ, വ്യാപാരികളുടെ സാധനങ്ങൾ അടക്കമുള്ള വസ്തുവകൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് വ്യാപാരികൾ കഴിഞ്ഞു പോകുന്നത്. ബസ് സ്റ്റാൻഡിനുള്ളിലെ ലൈറ്റുകളുടെ അഭാവവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ക്യാമറ സ്ഥാപിക്കുകയും വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കുകയും സെക്യൂരിറ്റിയെ സജ്ജമാക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.